إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وقال ربكم ادعوني أستجب لكم إن الذين يستكبرون عن عبادتي سيدخلون جهنم داخرين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ റഹ്മാനായ റബ്ബിൻ്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിച്ചും പാലിച്ചും തഖ്വ മുറുകെ പിടിച്ചും മുന്നോട്ട് പോകണമെന്ന് പറയുന്ന എന്നോടാദ്യമായും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പരിപൂർണാർത്ഥത്തിൽ കീഴ്പ്പെട്ട് ജീവിതം ക്രമപ്പെടുത്തി ഈമാൻ കിട്ടി മരിച്ച് സ്വർഗത്തിൽ ആദ്യാവസരത്തിൽ തന്നെ പ്രവേശനം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബിൻ്റെ അപാരമായ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം വിശുദ്ധ റമളാനിലേക്കും അതിലുപരി അവസാനത്തെ 10ലേക്കും പ്രവേശിക്കുവാനുള്ള ഭാഗ്യം ലഭിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. ഒരടിമ ഉടമയോട് ഏറ്റവും നന്നായി അടുക്കുന്ന അനർഘമായ നിമിഷങ്ങളിലാണ് നമ്മളുള്ളത്. നമ്മളെക്കൊണ്ട് കഴിയണം, പരമാവധി നാം ചെയ്യണം അള്ളാഹുവിലേക്ക് അടുക്കാൻ. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബാക്കിയുള്ള ഒരു 10ലും കാണിക്കാത്തൊരാവേശം അവസാനത്തെ 10ൽ കാണിച്ചു എന്ന് പറയുമ്പോൾ നമ്മളെക്കൊണ്ട് ഇൻഷാ അല്ലാഹ് പരമാവധി അടുക്കാൻ, റബ്ബിലേക്ക് അടുക്കുവാനും സാമീപ്യം സിദ്ധിക്കാനൊക്കെ നമുക്ക് കഴിയണം. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, റബ്ബിലേക്ക് അടുക്കുക എന്ന് പറയുമ്പോൾ അതിന് നമ്മെ ഏറ്റവും കൂടുതൽ പര്യാപ്തമാക്കുന്ന, സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഞാൻ ആമുഖമായിക്കൊണ്ട് ഓതി വെച്ച ആയത്തിൽ അതാണ് റബ്ബ് പറഞ്ഞത്. വഖാല റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ദുഊനി അസ്തജിബ് ലക്കും എന്നാണ്. പ്രാർത്ഥിക്കേണ്ട ആവശ്യമുള്ളൂ, റഹ്മാനായ റബ്ബ് തരാം എന്നാണ്. വേറെ ആരെങ്കിലും നമ്മളോട് അങ്ങനെ പറയൂ? നമ്മുടെ എന്തൊരു കാര്യം റബ്ബിനോട് പങ്കുവെച്ചാലും അത് തരാമെന്ന്, നിങ്ങളെന്നോട് ചോദിച്ചോ ഞാനത് ഉടനടി തരാമെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയും? ആരെങ്കിലും നമ്മളോട് പറഞ്ഞിരിക്കണോ? അല്ലേ? ബാക്കിയുള്ള ആളുകളോടൊക്കെ നമ്മൾ എന്തെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ചോദിക്കുന്നവരെ എല്ലാവർക്കും ഒരു വെറുപ്പുണ്ടാകാം. എത്ര അടുത്തുള്ള ആളാണെന്നുണ്ടെങ്കിലും
ഒരു തവണ ചോദിച്ചാൽ അടുപ്പത്തിൻ്റെ ആവശ്യത്തിൽ നമ്മൾ തന്നിരിക്കും. പിന്നെയും ചോദിക്കുമ്പോൾ കുറച്ചൊന്ന് ആ ബന്ധം ഇങ്ങനെ കുറയും. കൂടുതൽ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അകലലാണ് പതിവ്. പക്ഷെ റഹ്മാനായ റബ്ബിനോട് നമ്മൾ ചോദിക്കും തോറും റബ്ബ് നമ്മളെ പരിഗണിക്കുമെന്നും റഹ്മാനായ റബ്ബ് നമ്മൾ ചോദിച്ചതെല്ലാം എടുത്തു തരുമെന്നും ചോദിക്കാതെ മടിച്ചു നിൽക്കുന്നവനോട് റഹ്മാനായ റബ്ബിന് വലിയ ദേഷ്യമാണ് എന്നൊക്കെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയുമ്പോൾ, സഹോദരങ്ങളെ, നമുക്കിവിടെ രണ്ട് അനുകൂല സാധ്യതകളാണുള്ളത്. ഒന്നെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോമ്പുകാരാണ് അല്ലേ. ഇപ്പം നോമ്പുകാരെക്കുറിച്ച് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ദഅവത്തു സ്വാഇമി മുസ്തജാബ് എന്ന് പറഞ്ഞു. ഒരു നോമ്പുകാരനാണോ അവൻ്റെ പ്രാർത്ഥന പൊതുവേ സ്വീകരിക്കപ്പെടുന്നതാണ്. രണ്ടാമത്തത് അവസാനത്തെ 10-ലാണെന്നാണ്. അവസാനത്തെ 10 ആറ്റിക്കുറുക്കിയ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ചോദിക്കാൻ കഴിയണം. ഊർജ്ജം വന്നിട്ട് എന്തിനു ചോദിക്കലല്ല, അല്ലെങ്കിൽ ഒരു ലക്ഷ്യവുമില്ല നമ്മൾ വന്നിട്ട് കൈ നീട്ടലല്ല. വരുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ പ്ലാൻ ഉണ്ടാകണം, എന്തെൻ്റെ റബ്ബിനോട് ചോദിക്കണം എന്നുള്ളത്. സഹോദരങ്ങളെ, മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഒരുപാട് പ്രാർത്ഥനകൾ പഠിപ്പിച്ചു തന്നു. എല്ലാം കൂടെ വിശദീകരിക്കാൻ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന ഇൻഷാ അല്ലാഹ് ഒന്ന് ഓർമ്മിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിച്ച പ്രാർത്ഥനയുടെ പ്രത്യേകം എന്താണെന്നറിയോ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറിയ ചെറിയ വാക്കുകളാണ് ഉപയോഗിക്കുക, വളരെ പരിമിതമായ വാക്കുകളാണ് ഉപയോഗിക്കുക. പക്ഷെ എന്താ പറയുക, ആ പദത്തിൻ്റെ ഉള്ളിൽ വിശാലമായ അർത്ഥങ്ങളുണ്ടാവും. ഒരുപാട് ഹൈറുകളെ ഒരുമിപ്പിച്ച് വെച്ച വല്ലാത്ത വാചകങ്ങളായിരിക്കും റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന പ്രാർത്ഥന എന്ന് പറയുന്നത്. അതുകൊണ്ട് അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിച്ച പ്രാർത്ഥനകളോടൊരു പ്രിയം നമുക്കുണ്ടാകണം. അത് പരമാവധി പഠിച്ചെടുക്കാൻ നമ്മളൊരു പ്രത്യേക ശ്രദ്ധ കാണിക്കണം. ചെറിയൊരു പ്ലാൻ ഉണ്ടായാൽ മതി. ഒരാഴ്ചയിൽ ഒരു പ്രാർത്ഥന പഠിക്കുന്നു തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അടുത്ത റമദാൻ ആകുമ്പോഴേക്കും നമ്മുടെ കൈകളിൽ വിലപ്പെട്ട കനപ്പെട്ട ഒട്ടനേകം നന്മകൾ നമുക്ക് നേടിത്തരുന്ന ഒരുപാട് പ്രാർത്ഥനകൾ ഹൃദ്യസ്ഥരാക്കിയവരായിക്കൊണ്ട് നമ്മൾ മാറും. കൈ പൊക്കുന്നുണ്ടോ നമ്മൾ, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പ്രാർത്ഥനകൾ വരും, നല്ല വിലപ്പെട്ട പ്രാർത്ഥനകൾ വരും. അതല്ലാതെ സുഹൃത്തുക്കളെ, ഓരോന്നും അത് വേണം, ഇത് വേണം, മറ്റേത് വേണം, മറിച്ച് വേണം എന്ന് എണ്ണി പറയുന്ന അപ്പുറത്തേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചില കീ വേർഡുകളുണ്ട്, ചില പ്രത്യേക വാക്കുകൾ. അത് പറഞ്ഞാൽ അതിൽ എല്ലാം ഉൾപ്പെടുന്നുള്ളതാണ്. പ്രാർത്ഥനയ്ക്ക് ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്നൊരു സമയത്ത് നമ്മൾ എന്താണ് ചോദിക്കേണ്ടത്? മഹതിയായ നമ്മുടെ ഉമ്മ അവസാനത്തെ 10 ഞാൻ ഏറ്റവും കൂടുതൽ ചോദിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത് എന്താ? അത് ചോദിച്ചോന്നല്ല, ഒരു പ്രാർത്ഥനയാണ് പഠിപ്പിച്ചു കൊടുത്തത് അല്ലേ? ഒരു പ്രാർത്ഥനയാണ് പഠിപ്പിച്ചു കൊടുത്തത്. ഏതാ പ്രാർത്ഥന? എല്ലാവരും പറയണം. അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഇതിൻ്റെ മുമ്പിൽ 2 വെല്ലുവിളിയുണ്ട്. ഒന്ന് നോമ്പാണെന്നൊരു വെല്ലുവിളിയുണ്ട്. നല്ല ക്ഷീണം ഉണ്ടാവും നിങ്ങൾക്ക്, പിന്നെ നല്ല AC-യിലും കൂടി ഇരിക്കണോണ്ട് അറിയാതെ ഇങ്ങനെ കണ്ണ് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. നിങ്ങൾ ആരും ഉറങ്ങിയെന്നല്ല കേട്ടോ ഞാൻ പറയണത്. പക്ഷെ ഒന്ന് ശ്രദ്ധിക്കണം. വളരെ പരിമിതമായൊരു സമയം എടുത്തുകൊണ്ട് ഞാൻ വേഗം അവസാനിപ്പിക്കും. അപ്പോൾ എന്താ അറിയോ, ആ സമയത്ത് പോലും അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചേതാ പ്രാർത്ഥനയാണ് അല്ലേ? സഹോദരങ്ങളെ, ഒരു ബുദ്ധിയുള്ള ഒരാൾ എന്താ ചെയ്യാന്നറിയോ? ഒരു ബുദ്ധിയുള്ള ഒരാൾ എന്താ ചെയ്യാ അറിയോ? 2 ലോകത്തേക്കും ഉപകാരപ്രദമായ പ്രാർത്ഥന ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നന്നായിക്കൊണ്ട് ഉപയോഗപ്പെടുത്തുക എന്നാണ്. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അധികരിച്ചൊരു ചെറിയൊരു പ്രാർത്ഥന ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രാർത്ഥന ഏതാ? റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന, റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. മനോഹരമായ പ്രാർത്ഥനയാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുവേ, ദുനിയാവിലെയും പരലോകത്തിലെയും എല്ലാ നന്മകളും എനിക്ക് നീ നൽകണേ, ഞങ്ങൾക്ക് നീ നൽകണേ, കത്തിയാളുന്ന നരകത്തിൽ നിന്നും ഞങ്ങളെ കാക്കണേ എന്നാണ്. സഹോദരങ്ങളെ, എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണത്. എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. അതൊക്കെ ഇൻഷാ അല്ലാഹ് അതൊക്കെ മിസ്സാക്കാന്ന് പറഞ്ഞ വല്ലാത്തൊരു ഒരു അബദ്ധമായിരിക്കും. നമ്മൾ ചെയ്യുന്ന ജീവിതത്തിൽ നാം കാണിക്കുന്ന ഏറ്റവും വലിയ നഷ്ടക്കച്ചവടം അതൊക്കെ ആയിരിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കപ്പെടുന്ന നിർണായകമായ നിമിഷങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ ഈ പ്രാർത്ഥന ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, അത് നിങ്ങൾ ചൊല്ലുമെന്നറിയാം. എന്നാൽ അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തരാനാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു സമയം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ പോണത്. മഹാനായ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഒരു പ്രാർത്ഥനയാണ്. 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് സുഹൃത്തുക്കളെ. അതിലൊന്ന് പോലും എനിക്ക് വേണ്ട നമുക്ക് പറയാൻ പറ്റില്ല. ക്യാപ്സ്യൂളായ പ്രാർത്ഥനയാണ്. അതിൻ്റെ അർത്ഥഗർഭങ്ങളിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഒന്നെന്നറിയോ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, ഇങ്ങനെ പറയാറുണ്ടായിരുന്നു നബി എന്നാണ്. എങ്ങനെ? ഏതാ? അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി അല്ലതി ഹുവ ഇസ്മതു അംരി വഅസ്ലിഹ് ലീ ദുനിയായ അല്ലതി ഫീഹാ മആശി വഅസ്ലിഹ് ലീ ആഖിറതി അല്ലതി ഫീഹാ മആദി اللهم اجعل الحياة زيادة لي في كل خير واجعل الموت راحة لي من كل شر. വളരെ പ്രധാനപ്പെട്ട വാക്കാണ് സഹോദരങ്ങളെ. 5 വരിയാണുള്ളത്. 5 വരി. ഈ 5 വരി പ്രാർത്ഥന ഉണ്ടല്ലോ, നിങ്ങൾ ഓരോ വരി ഒരു വക്കത്തിന് പഠിക്കും തീരുമാനിച്ചാൽ മതി. ഒറ്റ ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റും. 5 വരിനെ നമ്മൾ എന്താക്കുക, ഓരോ വരി ഞാൻ ഇൻഷാ അല്ലാഹ് സുബഹി മുതൽ ളുഹർ വരെ ഒരു വരി ഞാൻ പഠിക്കും. വേണ്ട, അത് അങ്ങനെ പഠിക്കണമെങ്കിൽ ഒറ്റയടിക്ക് പഠിക്കാൻ പറ്റും. എന്നാലും ഞാൻ പറയാം, ചുരുങ്ങിയത് പറയാണ്. ളുഹറിന് ഞാൻ അടുത്തൊരു വരി പഠിക്കും, ളുഹർ ടു അസർ വരെ. അസർ ഞാൻ മറ്റൊരു വരി പഠിക്കുന്നു പറഞ്ഞാൽ തന്നെ ഇൻഷാ അല്ലാഹ് നമുക്കത് ഹൃദ്യസ്ഥരാകാത്ത ആളുകൾക്ക് നാളെ മുതൽ അത് ഇന്ന് തന്നെ ഇൻഷാ അല്ലാഹ് നമുക്കത് തീരുമാനമാക്കി എടുക്കാൻ പറ്റും. വളരെ ചുരുങ്ങിയ പ്രാർത്ഥന, വളരെ ചുരുങ്ങിയ വാചകങ്ങളേ ഉള്ളൂ, പക്ഷെ ഒരുപാട് അർത്ഥമുണ്ട്. ഒന്നെന്താ പറഞ്ഞ സുഹൃത്തുക്കളെ? അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി എന്നാണ്. അള്ളാഹുവേ, എൻ്റെ ദീനിനെ എനിക്ക് നീ ശരിയാക്കി തരണേന്നാണ്. എന്താണ് എൻ്റെ ദീനിൻ്റെ പ്രത്യേകത? അല്ലതി ഹുവ ഇസ്മതു അംരി എന്നാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളുടെയും ഒരു സംരക്ഷണമാണ് എനിക്കെൻ്റെ ദീനെന്നാണ്. എൻ്റെ എല്ലാ കാര്യങ്ങൾക്കുമുള്ള ഒരു സംരക്ഷണമായ എൻ്റെ ദീനിനെ നീ എനിക്ക് നന്നാക്കി തരണേന്നാണ്. നന്നാക്കി തരണേ. അതെന്താ സംരക്ഷണം എന്ന് പറഞ്ഞാൽ? ദീന് സുഹൃത്തുക്കളെ നമുക്ക് നൽകുന്ന സംരക്ഷണം ചെറുതല്ല, ദുനിയാവിലും നാളെ പരലോകത്തിലും. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പം ദീനീപരമായി കൊണ്ടുള്ള ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ എത്രത്തോളം നമുക്ക് പാലിക്കാൻ കഴിയുന്നുണ്ടോ അതിനനുസരിച്ച് നാം സുരക്ഷിതരായിരിക്കും. അതിനനുസരിച്ച് നാം സുരക്ഷിതരായിരിക്കും. ദീനിൻ്റെ ഏതെങ്കിലും മൂല്യങ്ങളെയോ ദീന് പറഞ്ഞ് എന്തെങ്കിലും വിധികളെയോ വിലക്കുകളെയോ നമ്മൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ, അതിൽ നമ്മൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ രംഗത്ത് നമ്മൾ സേഫല്ല. അവിടെ നമുക്കൊരു സുരക്ഷിതത്വവുമില്ല. നിങ്ങൾ ആലോചിക്കുകയും മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, പിന്നെ ഇപ്പം ഇന്നത്തെ ഒരു സാഹചര്യം അല്ലേ, അവിഹിതങ്ങൾ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുന്ന സമയമല്ലേ ഇപ്പോൾ അല്ലേ? അവിഹിതങ്ങൾ പെരുകിക്കൊണ്ടേയിരിക്കുന്ന സമയമാണ്, സന്ദർഭമാണ്. എത്ര കുടുംബങ്ങളാണ് സുഹൃത്തുക്കളെ ദിനം പ്രതി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? എത്ര കുട്ടികളാണ് വാപ്പിമ്മിയും ജീവിച്ചിരിക്കെ അനാഥരായിട്ടുള്ളത്? എത്ര ഇണകളുടെ കണ്ണീരാണ് തോരാതെ മുന്നോട്ട് പോണത്? എന്തേ സംഭവം? ഭർത്താവിന് വേറൊരു ഭാര്യയോട് ഒരു ചെറിയ അവിഹിതം അല്ലേ? ഭാര്യ ചെറിയ മക്കളുണ്ടായിട്ട് പോലും അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് പോവുകയാണ്. എന്തിനേറെ പറയുന്നു, പിഞ്ചു കുഞ്ഞിനെ ഒരു പാറക്കെട്ടിലേക്ക് വലിച്ചെറിഞ്ഞ് അതിനെ കൊന്നിട്ട് സ്വന്തം കാമുകൻ്റെ കൂടെ പോകാൻ മാത്രം മനസ്സ് പാകപ്പെടുന്നൊരവസ്ഥ ഇന്ന് പലപ്പോഴും നമ്മൾ ഒരു 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 എന്താ പറയുക, അത്ഭുതകരമല്ലാത്തൊരു വാർത്തയായിക്കൊണ്ട് പലപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും കാരണം? ഒരു അവിഹിതം എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെ, അതിൽ പോയി പെട്ടൊരാൾക്ക് തിരിച്ചു കയറാൻ കഴിയുന്നില്ല. അവരൊരിക്കലും വിചാരിച്ചിട്ടില്ല ഇതിന് ഇത്രയേറെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നുള്ളൂ. എൻ്റെ കുടുംബം നഷ്ടപ്പെടും, എൻ്റെ മാനം നഷ്ടപ്പെടും, എൻ്റെ ജീവിതത്തിൽ എല്ലാം എനിക്ക് നഷ്ടപ്പെടും എന്നൊന്നും കരുതിയിട്ടല്ല ഇതാദ്യം തുടങ്ങണത്. പക്ഷെ അതിലേക്ക് എത്തിയപ്പോഴാണ് ഈ പറയപ്പെട്ട പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ടായത്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഇതെന്തുകൊണ്ട് ഉണ്ടായെന്നറിയോ? ദീന് വെച്ച ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. എന്താ ദീന് വെച്ച നിർദ്ദേശം? അന്യ ആണാണോ അന്യ പെണ്ണാണോ കണ്ണിനെ താഴ്ത്തണം എന്നാണ്. അല്ലേ? കണ്ണിനെ താഴ്ത്തണം എന്നാണ് ആദ്യം പറഞ്ഞത്. ആണിനോടും പറഞ്ഞു, പെണ്ണിനോടും പറഞ്ഞു. പിന്നെന്താ പറഞ്ഞു? ഒറ്റക്കാകാൻ പാടില്ല എന്ന് പറഞ്ഞു. അല്ലേ? ഒറ്റക്കാകാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് ഈ ചാറ്റിങ്ങിലാകട്ടെ, കോളിങ്ങിലാകട്ടെ, എവിടെയാകട്ടെ അകാരണമായിക്കൊണ്ട് ഒറ്റപ്പെടുന്നൊരു സാഹചര്യം സുഹൃത്തേ നിനക്ക് വേണ്ട എന്ന് ദീന് നമ്മളോട് പറഞ്ഞിരുന്നു. അത് കേട്ടിട്ടും അവഗണിച്ചു. അപ്പോൾ ആലോചിക്കുകയും അന്നത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, അന്ന് ഒറ്റ കാഴ്ചയിൽ തന്നെ കണ്ണ് മടക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ, ആ ചാറ്റിങ് തുടങ്ങിയപ്പോൾ തന്നെ അതുകൊണ്ട്
ആണ്ട് അവസാനിപ്പിച്ചിരുന്നുവെങ്കിൽ ഈ അവസ്ഥ അവർക്ക് ഉണ്ടാകുമോ അല്ലേ? ഇപ്പം പലിശയിൽ തൊട്ടിട്ട് സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ട എത്ര കുടുംബങ്ങളുണ്ട് അറിയോ? ഇപ്പം ഇങ്ങനെ നെഞ്ചത്തടിച്ച് കരയാണെന്ത്, ഞാൻ എങ്ങാനും ഇതിൽ നിന്നും രക്ഷപ്പെട്ട് കഴിഞ്ഞ് ഞാൻ ഒരിക്കലും അതിലേക്ക് പോകില്ല എന്നൊക്കെ ദൃഢപ്രതിജ്ഞ എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അള്ളാഹു ആ നിലയ്ക്കുള്ള തൗബ മനസ്ഥിതിയോടുകൂടെ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ആളുകളെ റഹ്മാനായ റബ്ബ് സഹായിക്കുമാറാകട്ടെ. പക്ഷേ സുഹൃത്തുക്കളെ, ഒന്നും ആലോചിച്ചില്ല, അങ്ങോട്ട് ഇറങ്ങി പലിശമണ്ട് പോയി തൊട്ടു, പിന്നെ അങ്ങോട്ട് മാലപ്പടക്കം പൊട്ടുന്ന പോലെ അങ്ങനെ പൊട്ടുകയാണ്. ജീവിതത്തിൽ താൻ നേടിയെടുത്ത സാമ്പത്തിക ഭദ്രതയെല്ലാം തകരുകയാണ്. ഒരു ബർക്കത്ത് എന്നുള്ളത് ജീവിതത്തിൻ്റെ 7 അയലത്ത് പോലും കിട്ടാത്ത അത്രയും വലിയ അവസ്ഥയിലേക്ക് വന്നു. എന്തുകൊണ്ട് വന്നു? ദീൻ അവനോട് പറഞ്ഞിരുന്നു പലിശയുമായി കൊണ്ട് നിനക്കൊരു ബന്ധം വേണ്ടാന്ന്, അല്ലേ? പലിശമ തൊടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിൻ്റെ എല്ലാ ബർക്കത്തിനെയും പൊളിച്ചു കളയും. നീ വിചാരിക്കുന്നിടത്തെ കാര്യങ്ങൾ നിൽക്കൂല എന്ന് ദീൻ അവനോട് പറഞ്ഞിരുന്നു. പക്ഷെ ആ ദീൻ അവൻ നന്നാക്കിയില്ല. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ തന്നെ ഈ ഒരു സംസാരം കഴിയുന്ന വരെ ഇതിൻ്റെ ഉദാഹരണം നമുക്ക് പറയാൻ പറ്റും. ദീന് കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞ സുഹൃത്തുക്കളെ, അത് നമുക്ക് നൽകുന്ന സുരക്ഷിതത്വം വല്ലാത്തൊരു സുരക്ഷ. അപ്പോൾ അതിലേക്ക് തൊടാത്തൊരാൾ ഇപ്പോഴും സേഫാണ്. അവനക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഒരു പ്രതീക്ഷ ഉണ്ട്, അല്ലേ? പലിശമ ഞാൻ തൊട്ടിട്ടില്ല, എനിക്ക് കടവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഹലാലായ കടാണ്. ഇൻഷാ അല്ലാഹ് എൻ്റെ അടുത്ത് പ്രാർത്ഥനകളുണ്ട്, അത് ഞാൻ പ്രാർത്ഥിക്കും, റബ്ബ് എന്നെ കഴിച്ചിലാക്കും, ഇതൊരു പ്രതീക്ഷ ഉണ്ട്. പക്ഷെ പലിശമ തൊട്ടാൾക്ക് എന്ത് പ്രതീക്ഷ ഉള്ളത്? അള്ളാൻ്റെ ഭാഗത്ത് എന്ത് സഹായം ഉണ്ടാകുമെന്ന് എന്താ എനിക്ക് പ്രതീക്ഷ ഉള്ളത്? അതുകൊണ്ട് എന്താ അറിയൂ സഹോദരങ്ങളെ, ദീന് എത്രത്തോളം നാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നുവോ അതിനനുസരിച്ച് നമ്മൾ സേഫായിരിക്കും. അതാ പറഞ്ഞത്, എൻ്റെ ദീൻ എനിക്ക് നീ നന്നാക്കി തരണേന്നാണ്. അപ്പം ദീനിങ്ങനെ നന്നാകുമ്പോൾ, അത് ഞാനിങ്ങനെ പഠിക്കുമ്പോൾ, അത് ഞാനിങ്ങനെ പകർത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന സുരക്ഷ വല്ലാത്ത സുരക്ഷിതമാണ്. ചെറിയൊരു ഉദാഹരണം കൂടി പറയാം. ഇപ്പോൾ വീട്ടിൽ നിന്ന് അങ്ങോട്ട് വിട്ടിറങ്ങുന്ന സമയത്ത് നമ്മളോട് ചൊല്ലാൻ വേണ്ടി പറഞ്ഞ പ്രാർത്ഥന അല്ലേ? ഏതാ പ്രാർത്ഥന? ബിസ്മില്ലാഹി തവക്കലത്തു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്താ പയ്യനോട് പറഞ്ഞത്? ആ ഒരു പ്രാർത്ഥന ചൊല്ലിയിട്ട് ഇറങ്ങുമ്പോൾ അള്ളാഹ് റസൂല് പറയുക, അവനിക്ക് അള്ളാഹു മതി എന്നാണ്. അവൻ്റെ എല്ലാ കാര്യവും അള്ളാൻ്റെ ഏറ്റെടുത്തു എന്നാണ്, അല്ലേ? തനഹ അനുഹു ഷെയ്ത്താൻ, ആ ഷെയ്ത്താൻ അവനെ വിട്ടണ്ട അകലുന്നാണ്. അവൻ സേഫാണ് സുഹൃത്തുക്കളെ, അവൻ സേഫാണ്. ആയത്തിൽ കുറിച്ച് ചൊല്ലി കടന്നുറങ്ങുന്ന മനുഷ്യനെ കുറിച്ച് എന്താ അല്ലാഹ് റസൂൽ പറഞ്ഞേ, അല്ലേ? അവനിക്ക് റഹ്മാനായ റബ്ബ് ഒരു കാവല് കൊടുക്കുന്നതാണ്, ഒരു സെക്യൂരിറ്റി റഹ്മാനായ റബ്ബ് ഏർപ്പെടുത്തി കൊടുക്കുന്നതാണ്. പിശാച് അള്ളാൻ്റെ മുമ്പിൽ പോയിട്ട് പറയാണ്, ഞാൻ അവൻ്റെ വലതുഭാഗത്തു കൂടെയും ഇടതുഭാഗത്തു കൂടെയും മുകളിലൂടെയും താഴെയുടെയും എല്ലാ ഭാഗത്തു കൂടെയും പോകുന്നതാണ്. ദീന് പറഞ്ഞു അടിമയോട്, ഈ ഒരു പണിയേ രാവിലെ എണീക്കുമ്പോഴേ രാവിലെയുള്ള ആ പ്രാർത്ഥന ഉണ്ടല്ലോ, അല്ല അല്ലാഹുമ്മ ഇഹ്ഫദ്നി മിൻ ബൈനി യദയ്യ വമിൻ ഖൽഫി വഅൻ യമീനി വഅൻ ശിമാലിൻ തുടങ്ങുന്ന 6 ഭാഗത്തിൽ നിന്നും സംരക്ഷണം ചോദിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചു എന്നാണ്. അപ്പം എന്തായി? അതോടുകൂടെ അവൻ ഒരു ഇസ്മത്തിലേക്ക് വന്നു, അവനൊരു സുരക്ഷിതാവസ്ഥയിലേക്ക് വന്നു. അവനെ തൊടാൻ പിശാചിന് കഴിയില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ദീന് എത്രത്തോളം നമ്മൾ ഉൾക്കൊള്ളുന്നുവോ അതിനനുസരിച്ച് നമ്മൾ സുരക്ഷിതരാകുമെന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. ദുനിയാവിലും ഇനി നാളെ പരലോകത്തേക്ക് വരുമ്പോഴോ കത്തിയാളുന്ന നരകത്തിൽ നിന്നും കാക്കുന്നത് എന്താ? അള്ളാഹിൻ്റെ ദീനാണ്. ദീനനുസരിച്ച് കൊണ്ട് ജീവിതം നമുക്ക് ഉണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് ആ നരകത്തിൽ നിന്നും, കത്തിയാളുന്ന നരകത്തിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്ക് കഴിയും സുഹൃത്തുക്കളെ. ഇപ്പോൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളിവിടെ പുറത്തേക്കൊണ്ട് ഇറങ്ങുമ്പോഴുള്ള ചൂടെത്രയാണ്, അല്ലേ? എത്ര പ്രയാസപ്പെട്ട് നമ്മൾ ഓടിയിട്ടങ്ങോട്ട് വന്ന് വേഗം വന്നതിനുള്ളിൽ കയറിയപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ഫീലിങ്സ് എത്രയാണ്, എന്തൊരു റാഹത്താണിത്. പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ നമുക്ക് ഇടങ്ങററിയാം. അപ്പം അതിനേക്കാൾ ഭീമാകാരമാണ് നരകം എന്നുള്ളത് കഴിഞ്ഞ സംസാരങ്ങളിലൂടെയൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് കരുതുന്നത്, അല്ലേ സഹോദരങ്ങളെ? ആ നരകത്തിൽ നിന്നും സംരക്ഷണമാണ് നമ്മുടെ ദീനെന്നാണ്, അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ റബ്ബിനോട് ചോദിക്കുകയാണ്, റഹ്മാനായ റബ്ബേ എൻ്റെ ദീനിനെ നീ നന്നാക്കി തരണേ എന്നാണ്. അപ്പോൾ അതെങ്ങനെ നന്നാകുക? ദീനെങ്ങനെ നന്നാകുക? 2 വഴികളുണ്ടെന്നാണ്. ഒന്ന് ഇഖ്ലാസാണ്. എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല, കുറേ നന്മകൾ ചെയ്തിട്ട് കാര്യമില്ല, ചെയ്യുന്നത് മുഴുവനും റഹ്മാനായ റബ്ബിന് എൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യണം. അപ്പോഴാണ് ഈ ദീന് കൊണ്ട് നമുക്ക് എന്തെങ്കിലും മെച്ചമുണ്ടാവുള്ളൂ. ദീനിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ മുറ പോലെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇഖ്ലാസ് ഇല്ലെങ്കിലോ ഇവിടെയും ഫലം ഉണ്ടാവില്ല, നാളെ പരലോകത്ത് ഫലം ഉണ്ടാവില്ല.
ഇനി കുറേ നന്മയാണെന്ന് കരുതി ചെയ്യണ്ട്, അള്ളാൻ റസൂൽ കാണിച്ചു തന്നതല്ല ചെയ്യുന്നതെങ്കിലോ അപ്പോഴും പ്രശ്നമാണ്. അപ്പോൾ പിന്നെ ബിദഅത്ത് ചെയ്തവനായി ബിദഅത്ത് ചെയ്തുകൊണ്ട് നരകത്ത് പോകേണ്ട സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇൻഷാ അള്ളാഹ് നമ്മൾ ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അല്ലതി ഹുവ ഇസ്മത്തു അംരി. ഈ പ്രാർത്ഥന അറിയണവരുണ്ടോ കൂട്ടത്തിൽ? അറിയണവരുണ്ടോ? ഉണ്ട്? ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് പഠിക്കണം എന്നാ പറയാനുള്ളത്. പഠിക്കണം ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തെ വാക്ക് എന്താ പറഞ്ഞേ? ഞാൻ ഇടയ്ക്ക് ചോദിക്കുന്നോട് പ്രശ്നമില്ലല്ലോ. അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അല്ലതി ഹുവ ഇസ്മത്തു അംരി എന്നാണ്. എനിക്ക് എല്ലാവിധ സുരക്ഷിതത്വം ദുനിയാവിലും നാളെ പരലോകത്തിലും തരാൻ പോകുന്ന ഈ ദീന് ഏറ്റവും നന്നായി എനിക്ക് നീ നന്നാക്കി തരണമെന്ന് പറഞ്ഞാൽ അത് മനോഹരമായിക്കൊണ്ട് വിശദീകരിക്കുന്ന ഒരു ക്ലാസ്സിൽ ഞാൻ ഉണ്ടാകണേ അല്ലേ? ദീന് കേൾക്കണ്ടേ? നമുക്ക് ദീന് കേൾക്കാനുള്ളൊരു മനസ്സ് എനിക്ക് തരണേ, അത് പകർത്താനുള്ള തൗഫീഖ് നൽകണേ എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കണം എന്നുള്ള സൂചിപ്പിക്കണം. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? വഅസ്ലിഹ് ലി ദിൻയായ അല്ലതി ഫീഹാ മആശി. വളരെ മനോഹരമായ പ്രാർത്ഥനയാണ്. ഇപ്പം എന്തെല്ലാം ദുനിയാവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം പ്രയാസങ്ങളും സങ്കടങ്ങളും ആവരാതികളൊക്കെ ഉള്ള മനുഷ്യന്മാരൊക്കെ നമ്മളൊക്കെ അല്ലേ കുറേ പ്രയാസങ്ങളുണ്ടാവും. ദുനിയാവുമായി ബന്ധപ്പെട്ട് കുറേ പരാധീനതകൾ നമുക്കൊക്കെ പറയാനുണ്ടാവും. ഒരു പേപ്പറും കടലാസും തന്ന് ഒരു പേനയും പേപ്പറൊക്കെ തന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എഴുതും, എനിക്ക് ആ പ്രശ്നം ഈ പ്രശ്നം മറ്റേത് മറിച്ച് പറഞ്ഞാൽ കുറേ നമുക്ക് എഴുതാനുണ്ടാകും. സഹോദരങ്ങളെ, ഇത് ആരാ ഇതൊക്കെ ശരിയാക്കി തരേണ്ടത്? ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഉള്ള പരിഹാരം ആരാ തരേണ്ടത്? നമ്മളിങ്ങനെ കുറേ ആളോട് സംസാരിച്ചു, പങ്കുവെച്ചു. ഒന്നും പറയേണ്ട, എൻ്റെ ജോലി അത്ര പ്രശ്നമുണ്ട്, അവിടെ ഈ പ്രശ്നമാണ്, മകളെ കെട്ടിച്ചു, അവിടെ ഈ പ്രശ്നമാണ്, മറ്റോടത്താണ് ഇങ്ങനെയാണ് എന്ന് നമ്മളിങ്ങനെ പറയുക എന്നതല്ലാതെ ഇതിനൊക്കെ ഒരു ആത്യന്തികമായ പരിഹാരം നമുക്ക് ആരാ തരാനുള്ളത്? റഹ്മാനായ റബ്ബല്ലേ? അല്ലേ? സഹോദരങ്ങൾ, നമ്മൾ റബ്ബിനോടാണ് പങ്കുവെക്കുന്നത് ഈ വാചകങ്ങളിലൂടെ. എന്താ നമ്മൾ പറഞ്ഞേ? വഅസ്ലിഹ് ലി ദുനിയായ അല്ലതി ഫീഹാ മആശി. എൻ്റെ ഐഹിക ജീവിതമുള്ള ഈ ലോകത്തെയും എനിക്ക് നീ നന്നാക്കി തരണമേ റബ്ബേ. ഈ ദുനിയാവിലെ എൻ്റെ ജീവിതം എനിക്ക് നല്ലൊരു ജീവിതമാക്കി തരണേ എന്നാണ്. എന്താ ഈ ദുനിയാവിലെ ഏറ്റവും നല്ല ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, ഇവിടെ ജീവിക്കാൻ ആവശ്യമായ റിസ്ക്, ഉപജീവനം എന്ന് പറയാം അല്ലേ? ജീവിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും അല്ലാഹുവേ നീ എനിക്ക് നന്നാക്കി തരണമെന്ന് ഹലാലായ മാർഗത്തിലൂടെ ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരാളെയും പറ്റിക്കുന്ന സാഹചര്യം എനിക്ക് ഉണ്ടാക്കരുത്. ഹക്കല്ലാത്തൊരു മുതലിലേക്കോ എൻ്റെ കണ്ണോ മനസ്സോ കയ്യോ പോകുന്ന സാഹചര്യം പടച്ചോ എനിക്ക് തരരുതേ എന്നാണ്. ആലോചിക്കുക, ഹലാലായ നിലക്ക് നമുക്ക് വരുന്ന എല്ലാ കാര്യം വേറൊരാളുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ട ഗതികേടില്ലാതെ വളരെ മാന്യമായ ഇസ്സത്തോടു കൂടെ നടക്കുന്നൊരു സാഹചര്യം എനിക്ക് നീ നൽകണേ എന്നാണ്. സഹോദരങ്ങളെ, ആഗ്രഹിക്കില്ലേ നമ്മൾ അല്ലേ? ഹലാലായ ഉപജീവനമാണ്. മറ്റൊന്ന് മാന്യമായ സമ്പാദ്യമാണ്. തിരക്കിടില്ല, നമ്മുടെ കാര്യങ്ങൾക്ക് നടന്നു പോകാൻ മാന്യമായൊരു സമ്പാദ്യം. ഒരുപാട് തലമുറകൾ ജീവിക്കാൻ ആവശ്യമായതൊക്കെ നമ്മൾ കൊത്തി കളച്ചുണ്ടാക്കണമെന്നൊന്നും എവിടെയും പഠിപ്പിച്ചിട്ടില്ല. മാന്യമായി നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകാൻ ആവശ്യമായ സമ്പാദ്യം തരണമെന്നാണ്. മറ്റൊന്ന് നല്ലൊരു ഇണയാണ്. ഇപ്പം ഇണനെക്കുറിച്ചിട്ട് നമുക്ക് പരാതി ഉണ്ടോ? സഹോദരങ്ങളെ, പരിഹാരമാണ് ഈ പ്രാർത്ഥന എന്നാണ്. ദുനിയാവിൽ നമ്മൾ എന്തെല്ലോ പ്രശ്നങ്ങൾ നമുക്കുണ്ടോ, എല്ലാറ്റിനുമുള്ള ഒറ്റമൂലിയാണ് ഈ വരി. ഒറ്റ വരിയാണ്. ചൊല്ലാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നഷ്ടമാണ്. അല്ലാഹു റസൂൽ പറയാണ്, അദ്ദുനിയ മതാഉ വഖൈറു മതാഇഹ അൽ മർഅത്തു സ്വാലിഹ. ദുനിയാവ് എന്ന് പറഞ്ഞ മുഴുവൻ വിഭവങ്ങളാണ്. ഏറ്റവും നല്ല യുവം ഏതാ? ശീതീകരിച്ച് വലിയ സോപാനങ്ങളും പിന്നെ ഉന്നതമായ വാഹനങ്ങളൊക്കെ ഉണ്ടാകാന്നുള്ളതല്ല. നമ്മുടെ കൂടെ നമുക്ക് താങ്ങും തണലുമായി ദീനിൽ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളോട് ഇഷ്ടമുള്ള സ്വാലിഹത്തായ ഒരു പെണ്ണ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ അവളാണ് ദുനിയാവിലെ ഏറ്റവും നല്ല വിഭവമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, സഹോദരങ്ങളെ, ഒരു ആണിനെ സംബന്ധിച്ചിടത്തൊരു പെണ്ണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പെണ്ണിനെ സംബന്ധിച്ചിടത്തൊരാണും അല്ലേ, ഒരു ഭാര്യയ്ക്ക് ഭർത്താവ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഭർത്താവിൻ്റെ വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം അനുഭവിക്കുന്ന ആരെങ്കിലും സഹോദരിമാരൊക്കെ അത് കേൾക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെയുള്ള പരിഹാരമാണ് യഥാർത്ഥത്തിൽ ഈ വരി എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്ന് കൺകുളിർമയുള്ള മക്കളാണ്. ദുനിയാവിൽ നമ്മൾ ഈ വാചകത്തിനിടയിൽ വരുന്ന കാര്യമാണ് എന്ത്? നല്ല മക്കളെ കിട്ടിയിട്ട് കാര്യമില്ല, നല്ല മക്കളെ കിട്ടണമെന്നാണ് അല്ലേ? മക്കൾ കുറേ ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇനി ഒന്നുള്ളെങ്കിലും അത് നല്ല കൺകുളിർമയുള്ള മക്കളായി കിട്ടുക, മകനോ മകളായി കിട്ടുക എന്ന് പറഞ്ഞ വല്ലാത്ത സംഭവമാണ്. അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, ജീവിതത്തിൽ ബറക്കത്താണ് ഉദ്ദേശം. ദുനിയാവ് നന്നാക്കി തരണേന്ന് പറഞ്ഞ മറ്റൊരു ഉദ്ദേശം എന്താണ്? ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ എന്നാണ്. ഈ ബറക്കത്ത് കിട്ടുമ്പോഴാണ് അനുഗ്രഹങ്ങൾ നിലനിൽക്കുകയുള്ളൂ, അനുഗ്രഹത്തിൽ വർധനവ് ഉണ്ടാവുകയുള്ളൂ എന്നാണ്.
അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് അല്ലാഹു ബാരിക് ലി ഫീമാ അഅ്തൈതനി, അള്ളാഹുവേ നീ എനിക്ക് നൽകിയതിൽ ബറക്കത്ത് നൽകണേ എന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കൾ, അതാണ് അവിടെ മറ്റൊരു ഉദ്ദേശം. അതേപോലെ തന്നെ ദീനിന് തടസ്സമില്ലാത്ത ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ, നമുക്ക് ഭൗതികപരമായി കൊണ്ട് എന്തെങ്കിലും സാധനം കിട്ടി, ചിലപ്പോൾ ചില ആളുകൾക്ക് ചില അനുഗ്രഹങ്ങൾ കിട്ടിയതായിരിക്കും അള്ളാഹുവിൽ നിന്നും അകലാനുള്ള കാരണം. ചില ആളുകൾക്കൊന്ന് സുഹൃത്തുക്കൾ, ഈ പരിശുദ്ധമാക്കപ്പെട്ട റമളാന് വന്നിട്ട് ഒരു തറാവീഹ് പോലും നേരവണ്ണം നിസ്കരിക്കാനുള്ള തൗഫീഖ് കിട്ടാത്ത മനുഷ്യന്മാരുണ്ട്. എന്തേ കാരണം? അപ്പുറത്തൊരു ഷോപ്പും കൂടിയും ഇട്ടു എന്നുള്ളതാണ് കാരണം, അല്ലേ? മറ്റിടത്തൊരു കച്ചവടം കൂടി ഞാൻ ഡീൽ ഉറപ്പിച്ചു എന്നാണ് കാരണം. ഇപ്പം ഉള്ളതുകൊണ്ട് തന്നെ ഓൻ്റെ കുടുംബത്തിനും ലാവിഷായി ജീവിക്കാനുള്ള മാത്രമുണ്ട്, എന്നാലും മാന്താണ് വീണ്ടും. ശരി, വേണ്ടാന്നൊന്നല്ല പറയണത്. പക്ഷെ ഈ പ്രധാനപ്പെട്ട മാസത്തെ പോലും ഒന്ന് അള്ളാഹു ഒരുക്കി വെച്ച സ്വർഗത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതിൽ നിന്നും അവനെ ബാക്കോട്ടടുപ്പിക്കുന്ന, അവനെ അശ്രദ്ധയിലാക്കുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, ആ വരുമാനം, ആ ജോലി, അത് നമുക്ക് നഷ്ടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, റിജാലും ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്, അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്നും കച്ചവടമോ ആ രൂപത്തിലുള്ള കാര്യങ്ങളോ ഒന്നും അശ്രദ്ധയിലാക്കാത്ത ചില ആളുകളുണ്ടെന്നാണ്. വ ഇഖാമിസ് സ്വലാ വ ഈതാഇസ് സക്കാത്ത്, സക്കാത്ത് കൊടുക്കാനും നിസ്കാരം മുറ പോലെ വന്ന് നിർവഹിച്ചു പോകാനൊന്നും ദുനിയാവ് തടസ്സപ്പെടുത്താത്ത ആളുകളുണ്ട് എന്നാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ആര് തൗഫീക്ക് തരണം? റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകണം. അതിനാണ് നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നത്. മറ്റൊന്ന് സുഹൃത്തുക്കളെ, ഹിദായത്ത് നഷ്ടപ്പെടാത്ത അവസ്ഥയാണ്. ദുനിയാവിലെല്ലാം ഉണ്ടായി, അവസാനം വെച്ചുകൊണ്ട് ഹിദായത്തണ്ട് പോയി കഴിഞ്ഞാൽ എന്തൊരു അവസ്ഥ, അല്ലേ? ഹിദായത്തിന് നഷ്ടപ്പെട്ട് കഴിഞ്ഞില്ലേ, പിന്നെ എന്തുണ്ടായിട്ട് എന്താ കാര്യം? അത് നഷ്ടപ്പെടാതിരിക്കാനാണ്. അതേപോലെ തന്നെ ആഫിയത്താണ്. ദുനിയാവിൽ നാം ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആഫിയത്ത്. സലുല്ലാഹൽ ആഫിയ ഫഇന്നൽ അബ്ദ ലം യുഅത ബഅദൽ യഖീനി ഖൈറൻ മിനൽ ആഫിയ. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, കൂട്ടരെ നിങ്ങൾ ആഫിയത്തിനെ ചോദിച്ചോ. ഒരു മനുഷ്യനിക്ക് തൗഹീദ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അവനക്ക് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ വിഭവം എന്ന് പറയുന്നത് ആഫിയത്താണ്. മരിക്കുന്നത് വരേക്കും സുഹൃത്തുക്കളെ ഒന്ന് സ്വസ്ഥം സമാധാനവുമായിക്കൊണ്ട് ഇബാദത്തൊക്കെ ചെയ്ത് ആ നിലക്ക് മരിക്കാനുള്ള സാഹചര്യം, അല്ലേ? പറയത്തക്ക രൂപത്തിലുള്ള പ്രയാസങ്ങളൊന്നും ഇല്ലാതെ മരിക്കുന്നവരേക്ക് ഇങ്ങനെ പോകാൻ കഴിയാന്ന് പറഞ്ഞ വല്ലാത്ത തൗഫീക്കാണ്. അതൊക്കെ ഇതിൻ്റെ പരിധിയിൽ വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്നെന്നറിയോ, പിന്നെ ഉള്ളതിൽ തൃപ്തിയടയാനുള്ള മനസ്സാണ് ദുനിയാവിലെ എനിക്ക് നന്നാക്കി തരണമെന്ന് പറഞ്ഞാൽ. അതില്ലെങ്കിലൊക്കെ പ്രശ്നമാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിയടയാനുള്ള മനസ്സില്ല എന്നുണ്ടെങ്കിൽ എത്ര കിട്ടിയാലും മതി വരൂല, എത്ര കിട്ടിയാലും അവൻ്റെ ഉള്ളിൽ അവനക്ക് സന്തോഷം ഉണ്ടാവില്ല. പക്ഷെ റഹ്മാനായ റബ്ബ് ആ ഗിനൽ ഖൽബ്, ലൈസൽ ഗിനാ അൻ കസറത്തിൽ അർള് വലാകിന്നൽ ഗിനാ ഗിനൽ ഖൽബ്, അല്ലാഹുവിൻ്റെ റസൂൽ പറയാ, ഒരുപാട് വിഭവങ്ങളിൽ മേൽക്കുമേൽ കിട്ടുക എന്നുള്ളതല്ല ഐശ്വര്യം എന്നാണ്. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ എന്താ? പടച്ചോൻ അവനക്ക് കണക്കാക്കിയത് എത്രയാണോ അത് എത്ര ചെറുതാണെങ്കിൽ അൽഹംദുലില്ലാഹ് എന്ന് പറയാനൊരു മനസ്സ് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ധന്യത എന്നാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിൽ അത് ഉൾപ്പെടുന്നു എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതേപോലെ തന്നെ സുഹൃത്തുക്കൾ, വളരെ പ്രധാനപ്പെട്ട ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റുള്ളവരെ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് എന്നുള്ളത്. മറ്റുള്ളവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു മനസ്സ് ദുനിയാവിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഭർത്താവിനെക്കുറിച്ചും ഒരു ഭാര്യയ്ക്ക് സങ്കടപ്പെടേണ്ടി വരില്ല, ഒരു ഭാര്യനെക്കുറിച്ചും ഭർത്താവിന് സങ്കടപ്പെടേണ്ടി വരില്ല, ഒരു മാതാപിതാക്കളെക്കുറിച്ചും മക്കളെക്കുറിച്ച് മാതാപിതാക്കൾക്ക് സങ്കടപ്പെടേണ്ടി വരില്ല, ഒരു തൊഴിലാളിയെക്കുറിച്ച് പിന്നെ മുതലാളിനെക്കുറിച്ച് തൊഴിലാളിക്കോ സങ്കടപ്പെടേണ്ടി വരില്ല. നമ്മളെക്കുറിച്ച് ആർക്കും ഒരു പരാതി ഉണ്ടാവില്ല. എങ്ങനെയാണെങ്കിൽ മറ്റുള്ളവൻ്റെ മനസ്സ് അറിയാൻ, അഥവാ മറ്റുള്ളവൻ്റെ ഒരു പ്രയാസം നമ്മളൊന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് നിൽക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഒരു അമ്മായിമ്മയെക്കുറിച്ച് മരുമകളെക്കുറിച്ച് അമ്മായിമ്മക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ പ്രാർത്ഥനയുടെ ഒരു അഭാവമാണെന്നുള്ളത് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, രണ്ടാമത്തെ വരി അതാണ്. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? വഅസ്ലിഹ് ലി ആഖിറത്തി ലത്തി ഫീഹാ മആദി, വഅസ്ലിഹ് ലി ആഖിറത്തി ലത്തി ഫീഹാ മആദി, എൻ്റെ മടക്കമായ, ഞാൻ മടങ്ങിച്ചെല്ലാൻ പോകുന്ന എൻ്റെ പരലോകത്തെ പടച്ചോരെ എനിക്ക് നീ നന്നാക്കി തരണേന്നാണ്. സഹോദരങ്ങളെ, എപ്പോഴാണ് നമ്മുടെ പരലോകം ആരംഭിക്കുന്നത്? നമ്മൾ എപ്പോഴാണോ മരിക്കുക അപ്പോൾ എന്നാണ്. അപ്പോൾ ഇന്നലെ 3:30 മണിക്ക് ഞങ്ങളുടെ നാട്ടിലൊരു അപകടം ഉണ്ടായി.
ഇന്നലെ 3:30 മണിക്ക് ഒരു ഡയാലിസിസ് പേഷ്യൻറ്റുമായി കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കുതിക്കുന്ന ഒരു ഓട്ടോറിക്ഷ എതിരെ വന്നൊരു വാഹനവുമായി കൊണ്ട് കൂട്ടിമുട്ടി. ഡയാലിസിസ് പേഷ്യൻറ്റിൽ ചില സാരമായ പരിക്കുകളോടുകൂടെ അവർ ഹോസ്പിറ്റലൈസ്ഡാണ്. അവരെ വേഗം ദ്രുതഗതിയിലൂടെ എത്തിക്കാൻ വേണ്ടി ആരോഗ്യമുള്ള മനുഷ്യൻ ഇന്ന് കബറിലാണ്. അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. എപ്പോഴാണ് എന്താണ് സംഭവിക്കുന്നത് പറയാൻ പറ്റൂല. ഏത് സമയവും നമ്മുടെ മുമ്പിൽ പരലോകത്തിൻ്റെ ആ ഒരു കവാടം തുറക്കപ്പെടും. അതിനെയാണ് നമ്മൾ മരണമെന്ന് പറയുക. മരണം എന്നുള്ളത് സുഹൃത്തുക്കളെ പരലോക ജീവിതത്തിലേക്കുള്ള ഒന്നാമത്തെ കവാടമാണ്. ആ മരണം മുതൽ അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും നന്നാക്കി തരണമേ എന്നാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ ഇടം ബർസഖാണ്, ഖബറാണ്. അള്ളാഹു റസൂൽ പറഞ്ഞു, ഇന്നൽ ഖബറ റൗളത്തും മിൻ റിയാദിൽ ജന്ന ഔ ഹുഫ്റത്തും മിൻ ഹുഫ്രിൻ നാർ. ഒന്നുകിൽ ഖബർ എന്ന് പറഞ്ഞാലും അത് സ്വർഗ്ഗ പൂന്തോപ്പായിരിക്കും, അല്ലെങ്കിൽ നരകമായിരിക്കുന്നതാണ്, നരകക്കുഴിയായിക്കൊണ്ടത് മാറുന്നതാണ്. സഹോദരങ്ങളെ, 6 അടി മണ്ണ് ആളുകൾ നമുക്ക് വേണ്ടി വെട്ടും. അത് ദുനിയാവിൽ ചെറിയൊരു സ്പേസ് മാത്രമാണ്, നമ്മളങ്ങനെ ചരിച്ച് കടത്താൻ വേണ്ടിയുള്ള സ്പേസ് മാത്രമാണ്. പക്ഷെ അതല്ല സാധനം, അത് വിശാലമാകുന്നതാണ്. ഒന്നുകിൽ അത് നരകമായിരിക്കാം, അല്ലെങ്കിൽ അത് സ്വർഗമായിരിക്കാം എന്നാണ് നമ്മളിവിടെ പ്രാർത്ഥിക്കുന്നത്. എന്ന വാചകം നാം ഉരുവിടുമ്പോൾ എന്നെ ഇറക്കി വെക്കുന്ന ആ ഖബർ പടച്ച റബ്ബേ സ്വർഗത്തിലെ പൂന്തോപ്പാക്കി തരണേ എന്നാണ്. അവിടുന്ന് അങ്ങോട്ട് സഹോദരങ്ങളെ മഹ്ശറിലേക്ക് പോകുമ്പോൾ എന്തെല്ലാം പ്രയാസങ്ങളുണ്ട്. സൂര്യൻ അടുപ്പിക്കപ്പെടുമെന്നാണ്. അവിടെ സുദീർഘമായ കാലഘട്ടം നാം നിൽക്കേണ്ടി വരുന്നതാണ്. ഇവിടെ ആരാ നമ്മുടെ കൂട്ടിനുണ്ടാവുക? നേരത്തെ പറഞ്ഞു വെച്ച പ്രാർത്ഥനകൾ അത് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ? നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ അവിടെ എളുപ്പമുണ്ടാകുന്നതാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മഹ്ശറയിലെ പിന്നെ ഒരുപാട് ദൈർഘ്യമുള്ള സമയം പോലും ഒരു ഫർള് നിസ്കാരം നിസ്കരിച്ച ദൈർഘ്യമുണ്ടാവുന്നതാണ് അല്ലേ? ഈ കോടാനുകോടി മനുഷ്യർ വിചാരണ എടുക്കുന്ന സമയം എത്രയായിരിക്കും അല്ലേ? പക്ഷെ അതൊക്കെ അവനക്ക് വളരെ ലഘുവായിക്കൊണ്ട് തോന്നുന്നതാണ്. അതൊക്കെ ചെയ്തു തരേണ്ടത് ആരാ? റഹ്മാനായ റബ്ബാണ്. ഇവിടെ നിന്ന് തന്നെ നമ്മൾ ചോദിക്കുകയാണ്, പടച്ചോനെ ഞാൻ എത്തിച്ചേരാൻ പോകുന്ന ആ പരലോകം എനിക്ക് നീ നന്നാക്കി തരണേ എന്നാണ്. സഹോദരങ്ങളെ, വിചാരണ എളുപ്പമാക്കി തരണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ ആരെങ്കിലും കാര്യമായി കൊണ്ടൊന്ന് വിചാരണയ്ക്ക് വിധേയമായി കഴിഞ്ഞാൽ മന്നൂഖിഷൽ ഹിസാബു യഹ്ലിക്, തലനാരിഴ കീറിയിട്ട് വിചാരണക്കാരെങ്കിലും വിധേയമായി കഴിഞ്ഞാൽ അവൻ നശിക്കുന്നതാണ്. അവിടെയാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ്, അല്ലാഹുമ്മ ഹാസിബിനി ഹിസാബൻ യസീറാ, അല്ലാഹുവേ എന്നെ നീ ലഘുവായ രൂപത്തിൽ വിചാരണ ചെയ്യണമെന്നാണ്. സഹോദരങ്ങളെ, ആ നിലയ്ക്കെൻ്റെ വിചാരണ പൂർത്തിയാകണേ എന്നാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥമെന്ന് പറയുന്നത്. മറ്റൊന്ന് സിറാത്താണ്. വിശ്വാസികളും അതേപോലെ തന്നെ മുനാഫിക്കുകളും മാത്രം നടന്നു പോകുന്ന ആ ഒരു സിറാത്ത് പാലത്തിലൂടെയുള്ള നടത്തമെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഫിത്നയാണ്, പരീക്ഷണമാണ്. നരകത്തിൽ നിന്നുള്ള ഇരുമ്പ് കൊളുത്തുകൾ ആ മനുഷ്യനെങ്ങനെ താഴോട്ട് വിടാൻ വേണ്ടി പരിശ്രമിക്കുന്നതാണ്. അവിടൊക്കെ സുഹൃത്തുക്കളെ നമ്മളെ രക്ഷപ്പെടുത്തേണ്ടത് ആരാ? റഹ്മാനായ റബ്ബല്ലേ. അതുകൊണ്ട് അവിടേക്കൊരു രക്ഷക്കാണ് നമ്മൾ ചോദിക്കുന്നത്. അതേപോലെ തന്നെ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കം എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഹൗദ് കൊടുത്തു എന്നാണ്. അവരുടെ ഉമ്മത്തിന്, വിശ്വാസികളായ ഉമ്മത്തിന് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ പ്രവാചകൻ്റെ ഹൗദിൻ്റെ പേരെന്താ? എല്ലാവരും പറയും ഹൗദുൽ കൗസറാണ് അല്ലേ? സഹോദരങ്ങളെ, അതിന്നൊരു ഇറുക്ക് വെള്ളം കുടിച്ചാൽ പിന്നെ അവർക്ക് ദാഹമില്ല എന്നാണ്. പിന്നെ ആ മനുഷ്യർക്ക് ദാഹമില്ല എന്നാണ്. അത് കിട്ടുക എന്നുള്ളത് വല്ലാത്തൊരു തൗഫീക്കാണ്. അത് കിട്ടണേ എന്നാണ് നമ്മളോട് പ്രാർത്ഥിക്കുന്നത്. പരലോകത്തേക്ക് കണ്ടെത്തും, എൻ്റെ പരലോകമൊക്കെ നീ നന്നാക്കി തരണമെന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരണമെന്നാണ്. അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, സ്വർഗത്തിൽ മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്ത് സ്വർഗം പങ്കിടാനുള്ള തൗഫീക്കിനെയാണ് നമ്മൾ ഈ വാചകത്തിൽ ചോദിക്കുന്നത് എന്നാണ്. ആലോചിക്കുക, ഇതെല്ലാം പോടെ ചേർത്ത് വെച്ച് ഒരു വരി നമ്മൾ പറഞ്ഞു അല്ലേ? വഅസ്ലിഹ് ലീ ആഖിറത്തില്ലതീ ഫീഹാ മആദി, എനിക്ക് തിരിച്ചു ചെല്ലാനുള്ള എൻ്റെ പരലോകം അല്ലാഹുവേ ഈ സാധുവിനെ നീ നന്നാക്കി തരണമേ എന്നാണ്. സഹോദരങ്ങളെ, പ്രാർത്ഥിക്കണം. 4ാമത്തെ കാര്യം, വജ്അലിൽ ഹയാത സിയാദതൻ ലീ ഫീ കുല്ലി ഖൈർ. അല്ലാഹുവേ ഈ ഇഹലോക ജീവിതം ഉണ്ടല്ലോ,
എനിക്ക് നന്മകളിൽ വർധനവുള്ളതാക്കി തരണമെന്നാണ്. ഒരു ദിവസം അള്ളാഹിൻ്റെ ഭൂമി ലോകത്ത് നമ്മൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നന്മയുടെ തുലാസിലേക്ക് കനം തൂങ്ങുന്ന അമലുകൾ ചെയ്തു വെക്കാനുള്ള തൗഫീഖിനൊക്കെ നീ നൽകണമെന്നാണ്. ഒരു ദിവസം അള്ളാഹിൻ്റെ ഭൂമി ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ നന്മയുടെ ഗ്രാഫ് ഇങ്ങനെ ഉയരാൻ പറ്റണമെന്നാണ്. അത് പ്ലാനിങ് ഉണ്ടോണ്ട് മാത്രം നടക്കൂല, അള്ളാഹിൻ്റെ തൗഫീഖ് കൂടെ വേണം. എന്ത് നന്മയും നമുക്ക് നല്ല നിലക്ക് കൊണ്ടുനടക്കണമെന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ അള്ളാഹിൻ്റെ തൗഫീഖ് വേണം. ആ തൗഫീഖാണ് നമ്മൾ ചോദിക്കുന്നത്, അല്ലേ? ആ തൗഫീഖാണ് നമ്മൾ ചോദിക്കുന്നത്. ഈ ലോകത്തിൻ്റെ പ്രത്യേകത എന്താ? നന്മ ചെയ്യാനും തിന്മ ചെയ്യാനുള്ള അവസരമുണ്ട്. തിന്മ ചെയ്യാനും എമ്പാടും അവസരമുണ്ട്, നന്മ ചെയ്യാനുമുള്ള അവസരമുണ്ട്. ചില ആളുകളൊക്കെ തിന്മകൾ ചെയ്ത് ഈ ഇസ്ലാമിൽ തന്നെ പുറത്തു പോകുന്ന അവസ്ഥയുണ്ട്. തിന്മകൾ ചെയ്ത് തിന്മകൾ പറഞ്ഞ് ആ റൂട്ടിലൂടെ അങ്ങോട്ട് പോയിട്ട് നേരെ പോയിട്ട് നരകത്തിൽ ചാടുന്ന അവസ്ഥയുണ്ട്. പക്ഷെ നമുക്കതല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. ദുനിയാവിൽ ജീവിക്കുമ്പോൾ നന്മകൾ പെരുപ്പിക്കാനുള്ള അവസരം നൽകണമെന്നാണ്. സഹോദരങ്ങളെ, അത് അല്ലാഹ് നൽകുന്നൊരു തൗഫീഖാണ്. റബ്ബ് പറയുന്നത് ഇസ്ലാം. അള്ളാഹു ആർക്കെങ്കിലും നേർമാർഗം കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ മനസ്സിൽ ദീനിനെ ഉൾക്കൊള്ളാനുള്ളൊരു പാകപ്പെട്ട മനസ്സ് പടച്ചും കൊടുക്കുന്നതാണ്. അപ്പോൾ പിന്നെ നിസ്കരിക്കാൻ എനിക്കൊരു പ്രയാസം ഉണ്ടാവില്ല, നോമ്പൊക്കെ ഒരു പ്രയാസം ഉണ്ടാവില്ല, ഒരു സ്വതക്കുള്ള അവസ്ഥ അന്ന് എന്തെങ്കിലും ഉള്ളത് നുള്ളിപ്പറക്കി കൊടുക്കാൻ എനിക്കൊരു പ്രയാസം, എല്ലാം അവനിക്ക് എളുപ്പമായി കിട്ടുന്നതാണ്. അതാരെ തരേണ്ടത്? റഹ്മാനായ റബ്ബാണ്, അല്ലേ? എല്ലാ നന്മയിലേക്കും ഒരു മടിയില്ലാതെ മുന്നോട്ട് പോകുക. ചില ആളുകൾക്കൊക്കെ നല്ല ക്യാഷ് പടച്ചും കൊടുത്തിട്ടുണ്ടാവും, നല്ല സമ്പത്ത് കൊടുത്തിട്ടുണ്ടാവും. 10 പൈസ അള്ളാഹിൻ്റെ മാർഗത്തിൽ എടുത്തങ്ങോട്ട് കൊടുക്കാനുള്ളൊരു മനസ്സ് കിട്ടൂല. അതൊരു പരീക്ഷണമാണ് സുഹൃത്തുക്കളെ, ഒരു തൗഫീഖില്ലായ്മയാണ്. ചില ആളുകൾക്ക് പറയത്തക്ക രൂപത്തിലുള്ള ഒരു ശമ്പളമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ എന്തൊരു നന്മ ഉണ്ടെങ്കിലും ഓൻ്റെ ഒരു 10 ഉറുപ്പ്യ ഉണ്ടാവും, അവൻ്റെ ഒരു 10 ഉറുപ്പ്യ അതിൻ്റെ ഉള്ളിലുണ്ടാവും. അതെന്താ നിങ്ങൾ? അതൊരു തൗഫീഖാണ്. ചിലപ്പോൾ അവരിങ്ങനെ വാട്സപ്പിൽ കൂടെ എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് അവൻ്റെ വാട്സപ്പിൽ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അവനിങ്ങനെ നോക്കും, പടച്ചോനെ ഇതിലൊക്കെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്തൊരു നഷ്ടം ഉണ്ടാകുക. ഒരു 10 ഉറുപ്പ്യ ഉള്ളൂ, പാണ്ട് കൊടുക്കുക ഇൻഷാ അല്ലാഹ്. അവിടെ നടക്കുന്ന സുജൂദുകളും അവിടെ നടക്കുന്ന റുക്കൂകളും അവിടെ നടക്കുന്ന ദീനീപരമായിട്ടുള്ള എന്തെല്ലാം മെച്ചങ്ങളുണ്ടോ അതിൻ്റെയൊക്കെ ഒരു ഓഹരി കിട്ടല്ലേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നന്മകളിൽ വർധനവുള്ളൊരു ദിവസമാക്കി തരാൻ വേണ്ടിയിട്ട് റഹ്മാനായ റബ്ബിനോട് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നൽകിയ സമ്പത്ത് സ്വതക്ക എന്നൊക്കെ പറഞ്ഞ സുഹൃത്തുക്കളെ, സ്വതക്ക കൊടുക്കുന്നുണ്ടോ? അസ്വതക്കത്ത് ബുർഹാൻ എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വതക്ക കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു തെളിവാന്ന് പറഞ്ഞു. എന്തിനാണ് തെളിവ്? അവൻ്റെ ഉള്ളിൽ കൽബിനകത്ത് പരലോകമെന്ന ഒരു വിശ്വാസം രൂഢമൂലമായി കൊണ്ട് കിടക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഒരു മനുഷ്യൻ സ്വതക്ക കൊടുക്കുന്നത്. കാരണം എന്താ? അധ്വാനിച്ച് ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ എന്തിനാണ് കൊടുക്കുന്നത്? എനിക്കിട്ട് തിരിച്ച് കിട്ടുന്നുള്ളതുകൊണ്ട് തന്നെയാണ്, പരലോകത്തിൽ തിരിച്ച് കിട്ടുന്നുള്ളതുകൊണ്ട് തന്നെയല്ലേ കൊടുക്കുന്നത്. ഇതിൻ്റെ ഒക്കെ ഒരു ഹൈറുകൾ എനിക്ക് കിട്ടാൻ പോകുന്നു എന്ന ഒരു വിശ്വാസം ഇല്ലാത്തൊരാൾ സ്വതക്ക കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, പരമാവധി നന്മകൾ ചെയ്യാനുള്ള തൗഫീഖിനാണ് നമ്മൾ ചോദിക്കുന്നതാണ്, അല്ലേ? അപ്പോൾ നമ്മൾ സ്വതക്ക കൊടുക്കുമ്പോൾ അതൊക്കെ ഒരു നമ്മളങ്ങോട്ട് 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാലും അവിടേക്ക് ഇങ്ങനെ വീണ്ടും ഒഴുകിക്കൊണ്ടിരിക്കുന്നതിൽ സ്വതക്കകൾ ഉണ്ട് നമ്മൾ ഉറപ്പിക്കാൻ വേണ്ടിയാണ്. പള്ളിക്ക് നമ്മൾ കൊടുത്തൊരു മുതലുണ്ടോ, അവിടെ വീഴുന്ന റുക്കുകൾ എല്ലാം കിട്ടും. സുഹൃത്ത്, ഇപ്പം ആലോചിക്കുക, ഇപ്പം ഈ ഒരു പള്ളി, അല്ലേ, ഇതിങ്ങനെ കയറി വരുന്ന സമയത്ത് ഇതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തവരായിരിക്കും നിങ്ങളെല്ലാവരും. റഹ്മാനായ റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. സ്വീകാര്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇത് പറയണത്. നിങ്ങൾ ആലോചിക്കുക, നമുക്ക് പോലും അറിയില്ല എത്ര സുജൂദുകൾ ഇവിടെ വീണു എന്നുള്ളത്, അല്ലേ? എത്ര മനുഷ്യന്മാർ ഇവിടെ വന്നൊരു ഖുത്ബ കേട്ടു, ഹിദായത്ത് കിട്ടി, അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തി നമുക്ക് പറയാൻ പറ്റില്ല, അല്ലേ? ഒരു ടൗണിലാണ് ഈ പള്ളിക്കണത്. എത്രയോ യാത്രക്കാർ ഇതിനെ ആശ്രയിച്ചു, എത്രയോ ആളുകൾ വന്നൊരു ദീന് നുകർന്നു പോയി, അവരുടെ ജീവിതത്തിൽ നല്ല നല്ല തീരുമാനം എടുത്തിട്ടുണ്ടാവും. നമുക്കൊന്നും അറിയില്ല. പക്ഷെ എന്താ അറിയോ? നമുക്ക് പോലും അറിയില്ല നന്മകൾ എവിടൊക്കെയാണെന്ന്. പക്ഷെ റഹ്മാനായ റബ്ബിനറിയും. മലക്കുകൾ രേഖപ്പെടുത്തിയ രേഖയിൽ അതുണ്ട് സുഹൃത്തേ. നാളെ പരലോകത്തെത്തുമ്പോൾ അത്ഭുതത്തോടുകൂടെ നമ്മൾ നോക്കി നിൽക്കും. റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. അവിടെ എന്ത് വേണമെന്നറിയോ? പള്ളി എന്നൊക്കെ പറഞ്ഞ സുഹൃത്തുക്കളെ, കഴിയുമോ പരമാവധി അതൊന്ന് ലേറ്റാക്കാതെ വേഗം കൊടുക്കണം എന്നാണ്. വേഗം കൊടുക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോൾ നമ്മുടെ മഹത്തായ സ്ഥാപനം ജാമിഅത്തുൽ ഹിന്ദിലേക്ക് നിങ്ങൾ ആലോചിച്ച് കൊടുപ്പോൾ അതിൻ്റെ കളക്ഷനൊക്കെ നടക്കുന്ന സമയമാണ്. നമ്മുടെ എന്തെങ്കിലും ഒരു എമൗണ്ട് അവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ കിട്ടാൻ പോണ മെച്ചെന്താ ആലോചിച്ച് നോക്കും. എത്ര കുട്ടികളാണോ പഠിക്കുന്നത്? 10-700ഓളം കുട്ടികൾ പഠിക്കല്ലേ.
അവരൊക്കെ ദീന് പഠിക്കുമ്പോൾ അത് പകർത്തുമ്പോൾ അവർ മരിക്കുന്നത് വരേക്കും അവരുടെ ജീവിതത്തിൽ ആ നന്മകൾ കൊണ്ടുവരുന്നു. അവർ മുഖേന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളിലേക്ക് ദീനെത്തുന്നു. അതിൻ്റെ ഒക്കെ ഒരു ഓഹരി കിട്ടൂലേ അല്ലേ? ഇപ്പം ഞാൻ ആ സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങിയ ഒരാളാണ്. ഇപ്പം ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇതിലൂടെ ഉണ്ടാകുന്നൊരു ഹൈറ് ഞാൻ പഠിക്കുന്ന സമയത്ത് അതിന് കൊടുത്തൊരാൾക്ക് ഉണ്ടാവൂലേ? ഞാൻ എൻ്റെ ജീവിതത്തിൽ അവസാനം വരെ ഒരു ഹുത്ബ നടത്തുന്നുണ്ടോ, എവിടെയെങ്കിലും ദീനി സദസ്സിൽ കയറുന്ന ഒരു ദീന് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ, അള്ളാഹു സ്വീകരിച്ചാൽ എനിക്ക് കിട്ടുന്ന പോലെ തന്നെ ഇതിന് കാരണക്കാരാക്കിയ ആളുകൾ കിട്ടുന്നല്ലേ നമ്മളൊക്കെ വിശ്വസിക്കുന്ന സുഹൃത്തുക്കളെ? അതിൻ്റെ സുഖങ്ങൾ ഇപ്പോൾ ഖബറിൽ കിടന്ന് അനുഭവിക്കുന്ന ആളുകളുണ്ടാവും. 100 കണക്കിന് 200 കണക്കിന് ഖത്തീബുമാർ അൽഹംദുലില്ലാ മിമ്പറുകൾ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ദഅ്വാ രംഗത്ത് എടുത്തു നോക്കൂ നിങ്ങൾ. അൽഹംദുലില്ലാ നമ്മുടെ ഹിക്മകളും മറ്റുമൊക്കെയായി സജീവമായി കൊണ്ടുണ്ട്. ഇനിതാ നമ്മുടെ ലേഡീസ് ക്യാമ്പസ് വന്നു. ഒരു 2 വർഷം കൂടി കഴിഞ്ഞ് അവിടുന്ന് പുതിയ ബാച്ച് ഇറങ്ങാൻ പോവുകയാണ്. റബ്ബ് സ്വീകരിക്കട്ടെ അല്ലേ? ഒരു കുടുംബിനി ഉണ്ടാകുമ്പോൾ അവിടുന്ന് ഒരു പഠിച്ചിറങ്ങിയൊരു കുട്ടി ഒരു സഹോദരി എന്ന് പറഞ്ഞാൽ എന്താ? അൽ ഉമ്മു തബ്നിൽ ഉമ്മ എന്ന് പറയും. ഒരു ഉമ്മത്തിനുണ്ടാക്കുന്നവളെന്നാണ്. ഒരു കുട്ടിക്ക് നല്ലൊരു കുടുംബിനിയാകാനുള്ള ഒരു തൗഫീക്ക് പടച്ചോൻ കൊടുത്താൽ, അതിനും സംബന്ധമായിക്കൊണ്ട കാഴ്ചപ്പാടുകൾ കിട്ടിയാൽ, അവളിലൂടെ 2 കുട്ടി ആ ദീനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ അതിൻ്റെയും കൂടി മെച്ചാരി കിട്ടും. ആ കുട്ടി അവിടെ പഠിക്കാൻ ആരൊക്കെ കാരണമായിട്ടുണ്ടോ, ആരൊക്കെ നന്മയിൽ സഹകരിച്ചിട്ടുണ്ടോ അതിൻ്റെ കിട്ടൂലേ അല്ലേ? ഇതൊന്നും കണക്കാക്കാൻ കഴിയാത്ത അത്രയും വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് സുഹൃത്തുക്കളെ. ഇതൊക്കെ ഒരു സമയം വരുമ്പോൾ ചെയ്താലേ കിട്ടുള്ളൂ. അതിനുള്ള തൗഫീക്ക് ആര് തരണം? റഹ്മാനായ റബ്ബ് തരണം അല്ലേ? ഇപ്പോൾ വിസ്ഡം ഹൗസ് അതിൻ്റെ കളക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അല്ലേ? സഹോദരങ്ങൾ, കൊടുത്തു കഴിഞ്ഞാൽ കിട്ടാവുന്ന മെച്ചത്തെക്കുറിച്ച് ആലോചിച്ചോളി. വിവരണാതീതമാണ്. റഹ്മാനായ റബ്ബ് അതിനുള്ള മനസ്സും തൗഫീക്കും നമുക്ക് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അതൊക്കെ കിട്ടും. ഈ പ്രാർത്ഥനകൾ നിരന്തരമായി നമ്മൾ ചൊല്ലുന്നുണ്ടോ? നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഓരോ അവസരങ്ങളെയും മനോഹരമായി കൊണ്ട് ഉപയോഗപ്പെടുത്തുവാനും ആ ഉപയോഗപ്പെടുത്തിയതിൻ്റെ ഒരു വർധനവ് ദിനം പ്രതി നന്മകൾ വർദ്ധിപ്പിച്ചെടുക്കാനുള്ള തൗഫീക്ക് പടച്ച റബ്ബ് നമുക്ക് നൽകും. അവസാനമായി കൊണ്ട് പറയുന്നു, വജ്അലിൽ മൗത റാഹത്തൻ ലീ മിൻ കുല്ലി ശർ. വജ്അലിൽ മൗത റാഹത്തൻ ലീ മിൻ കുല്ലി ശർ. സഹോദര, മനസ്സ് തട്ടി പ്രാർത്ഥിച്ചോ, അല്ലാഹുവേ എൻ്റെ മരണത്തെ എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും ആശ്വാസകരമാക്കണേ എന്നാണ്. ആശ്വാസകരമായൊരു നല്ലൊരു മരണത്തെ എനിക്ക് നീ പ്രദാനം ചെയ്യണേ എന്നാണ്. സഹോദര, റഹ്മാനായ റബ്ബേ അന്ന് നമുക്ക് കൂട്ടിനുണ്ടാകുള്ളൂ. ഇപ്പോൾ എന്ത് എന്നതല്ല. ഇപ്പോൾ അൽഹംദുലില്ലാ റമദാൻ കിട്ടിയപ്പോൾ നമ്മളൊക്കെ ഉഷാറായിക്കൊണ്ട് കർമ്മവീതിയിലുണ്ട്. റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. പക്ഷെ എന്താ അറിയോ നിങ്ങൾ? അല്ലാഹു റസൂൽ പറയാണ്, ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം. കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നതും വിലയിരുത്തപ്പെടുന്നതും മരണത്തിൻ്റെ സമയം നോക്കിയിട്ടാണ്. അവസാന കാലഘട്ടത്തിൽ നീ എന്ത് ചെയ്തു നോക്കിയിട്ടാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നമുക്കറിയില്ല ഇപ്പോൾ കിട്ടിയ ഹിദായത്ത് മരിക്കണ സമയത്ത് ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റൂല. അതുകൊണ്ട് നമ്മൾ അഡ്വാൻസ് ലെവലിൽ നമ്മൾ പറയുകയാണ്, പടച്ചോനെ മരിക്കണ സമയത്ത് ആശ്വാസകരമായ മരണം എനിക്ക് നീ പ്രദാനം ചെയ്യണമെന്നാണ്. എന്താണ് സഹോദരങ്ങളെ ആ ഒരു ആശ്വാസകരമായ മരണം എന്ന് പറഞ്ഞാൽ? വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണം ആശ്വാസമാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണം ഒരു ആശ്വാസമാണ്. ഇത്രയും കാലം ചെയ്തു തീർത്ത പണിയെടുത്തതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കുവാനുള്ളൊരു യാത്രയാണ് യഥാർത്ഥത്തിൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണം. ഒരു അടിമ മരിക്കുമ്പോൾ അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുസ്തരീഹുൻ വ മുസ്തറാഹു മിൻഹു. ഒന്നുകിൽ അവൻ വളരെ റാഹത്തായി കൊണ്ടുപോകും, അല്ലെങ്കിൽ അവനിൽ നിന്ന് ബാക്കിയുള്ളവർക്ക് റാഹത്താകുന്നതാണ്. ഒരാൾ മരിക്കുമ്പോൾ അവനക്ക് നല്ല റാഹത്തായിരിക്കും. അതാരാ? അത് വിശ്വാസിക്കാണ്. അല്ലെങ്കിൽ ആ ആൾ മരിച്ചതോടുകൂടെ ബാക്കിയുള്ള ആൾക്ക് ഭയങ്കര റാഹത്തായിരിക്കുന്നു. അതെന്താ? അതാ നിലയ്ക്ക് ജീവിതം തുലച്ച ആളുകൾക്കാണ്. നമ്മൾ വിശ്വാസികളാണ്. നമ്മൾ കർമ്മവീതിയിൽ ഓടി നടക്കുന്ന ആളുകളാണ്. നമ്മുടെ മരണം ഇൻഷാ അല്ലാഹ് നമുക്ക് റാഹത്തുള്ള മരണമാക്കിയെടുക്കണം. അതിനാര് തരണം തൗഫീക്ക്? റഹ്മാനായ റബ്ബ് നമുക്ക് നൽകണം. സഹോദരങ്ങളെ, പിശാച് വരുന്നാണ്. ഒരു മനുഷ്യനെ ദുനിയാവിൽ വെച്ച് അവസാനമായി കൊണ്ട് പിഴപ്പിക്കുവാനുള്ളൊരവസരം പിശാചിന് നമ്മളിങ്ങനെ സക്രാത്തിൻ്റെ ഹാല് കടക്കുമ്പോൾ അവസാനത്തെ അവസരമാണ്. അവൻ അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുന്നതാണ്. ആ സമയത്ത് പോലും വന്ന് കാലം മുഴുക്കെ നന്മ ചെയ്ത മനുഷ്യനാണ് എങ്കിലും അവസാനം വന്നിട്ട് നമ്മളെ പിഴപ്പിക്കാൻ വേണ്ടി അവൻ പരിശ്രമിക്കുന്നതാണ്. ആ പരിശ്രമത്തിലും
നമ്മൾ തോറ്റുപോകാതിരിക്കാനുള്ള പ്രാർത്ഥനയാണ് നമ്മളിവിടെ കാലേക്കുട്ടി ചെയ്തു വെക്കുന്നത്. അതിൽ നിന്നും പിശാചിൻ്റെ ആ പരിശ്രമത്തിൽ നിന്നും പടച്ചോനെ എനിക്ക് റാഹത്ത് നൽകണമെന്നാണ്. എൻ്റെ റൂഹ് പിടിക്കാൻ വരും മലക്കുൽ മൗത്തും സംഘവും. 2 നിലക്കാണ് അത്ര ഒരു മനുഷ്യൻ, രണ്ടാലൊരു നിലക്കാണ് ഒരു മനുഷ്യൻ ഈ ലോകത്ത് വിട പറയും. ഒന്ന് ആശ്വാസത്തിൻ്റെ മരണമായിരിക്കും. സ്വർഗത്തിൻ്റെ വർണ്ണനകൾ കേട്ട് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും അല്ലേ? സ്വർഗത്തിൻ്റെ ആ ഒരു വർണ്ണനകൾ കേട്ട് ആശ്വാസങ്ങൾ കേട്ട് മരിക്കുന്ന സാഹചര്യം ഉണ്ടാവും. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർളിയാ. അല്ലയോ സമാധാന ചിത്തമടഞ്ഞ ആത്മാവേ, റഹ്മാനായ റബ്ബിൻ്റെ തൃപ്തിയിലേക്ക് പോന്നോ. അള്ളാഹു ഒരുക്കി വെച്ച ആ സ്വർഗത്തിലേക്ക് നീ ഇങ്ങോട്ട് ഇറങ്ങിക്കോ അല്ലേ? ആ വിളി കേൾക്കാൻ ആഗ്രഹിക്കുന്നവരല്ലേ സഹോദരങ്ങളെ നമ്മൾ? ആ വാചകങ്ങളിലൂടെ നമ്മുടെ വിശുദ്ധ ഖുർആന്റെ പാരായണം പോയപ്പോൾ നമ്മൾ അറിയാതെ ചോദിച്ചു പോയില്ലേ, റഹ്മാനായ റബ്ബേ ഇങ്ങനത്തെ ഒരു മരണം എനിക്ക് നീ നൽകണേന്ന്? സഹോദര, അതൊന്നും കൂടെ അടിവരയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ഈ പ്രാർത്ഥന എന്നുള്ളത്. മലക്കുകളുടെ ആശംസകൾ ഏറ്റുവാങ്ങി നമ്മുടെ റൂഹുമായി കൊണ്ട് ഒന്നാനാകാശത്ത് ഓരോ ആകാശങ്ങൾ ഇങ്ങനെ താണ്ടി കടന്നു പോകുമ്പോഴും മലക്കുകൾ ആരുടെ ആത്മാവാണിതെന്ന് അത്ഭുതത്തോടുകൂടെ വന്ന് അവിടെ ചുറ്റിപ്പറ്റി നമ്മുടെ റൂഹിനെ പിന്നെ നോക്കി നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടാകണം സുഹൃത്തുക്കളെ. ഇല്ലീൻ സ്വർഗക്കാരുടെ പേരുകൾ രേഖപ്പെടുത്തുന്ന ഇല്ലീൻ നമ്മുടെ പേര് വരണം ഇൻഷാ അള്ളാഹ്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പ്രാർത്ഥന. നോക്കൂ നിങ്ങൾ, വളരെ പരിമിതമായ വിശദീകരണമാണ് നൽകിയിട്ടുള്ളത്. 50 മിനിറ്റ് നമ്മൾ 46 മിനിറ്റ് നമ്മൾ എടുക്കുകയാണ്. പക്ഷെ ഇതൊക്കെ ഈ ഇത്രയും നേരം വിശദീകരിച്ചതെല്ലാം ഉൾക്കൊണ്ട് ഈ വാചകം പറയാൻ നമുക്ക് എത്ര സമയം വേണം? 1 മിനിറ്റ് പോലും വേണ്ട. 10-15 സെക്കൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയുന്നതാണ് ഈ പ്രാർത്ഥന. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ദയവ് ചെയ്ത് നമ്മൾ പഠിക്കണം. ആത്മാർത്ഥമായിക്കൊണ്ട് നമ്മളത് പഠിക്കണം. ഒരു ദൃഢപ്രതിജ്ഞ നമുക്ക് ഉണ്ടാകണം. ഈ റമദാനിൽ നമ്മൾ പഠിച്ചെടുത്ത വളരെ മനോഹരമായൊരു പ്രാർത്ഥനയായി ഇത് നമ്മുടെ കൂട്ടിനുണ്ടാകണം. റമദാൻ വിട പറയുമ്പോഴും ഇൻഷാ അള്ളാഹ് ഈ പ്രാർത്ഥനയുടെ കരുത്തിൽ ഇൻഷാ അള്ളാഹ് ഇഹലോകവും നാളെ പരലോകവും വിജയിച്ച ആളുകൾ നമുക്ക് ഉൾപ്പെടാൻ കഴിയണം. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, അറിഞ്ഞും അറിയാതെയും വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളുടെ നന്മകൾ നീ സ്വീകരിക്കണമേ റബ്ബേ. ജീവിതത്തിൽ ഇതുവരെ ചെയ്തു പോയ എല്ലാ പാപങ്ങളും അള്ളാഹുവെ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തന്ന് ശിഷ്ടകാല ജീവിതം ഈമാനിൽ അധിഷ്ഠിതമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ലൈലത്തുൽ ഖദറൊക്കെ പ്രതീക്ഷിക്കപ്പെടുന്ന ഈ അവസാനത്തെ അന്ത്യയാമങ്ങളും മറ്റുമെല്ലാം അള്ളാഹുവെ ഏറ്റവും നന്നായി കൊണ്ട് ഉപയോഗപ്പെടുത്താനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നീ നൽകണേ റബ്ബേ. ആ രംഗത്തൊരു പ്രതിസന്ധിയും ഒരു പ്രതിബന്ധവും ഒരു തടസ്സവും വരാതെ ആഫിയത്തോടുകൂടെ ആരോഗ്യത്തോടുകൂടെ കർമ്മങ്ങൾ ചെയ്യാനുള്ള വിശാലമായ മനസ്സ് കിട്ടി അതെല്ലാം നന്നായി കൊണ്ട് ഉപയോഗപ്പെടുത്തി പ്രാർത്ഥനയിലൂടെയും മറ്റു പ്രവർത്തനങ്ങളിലൂടെയും നിന്നിലേക്ക് അടുക്കുവാനും നിൻ്റെ സാമീപ്യം നേടിയെടുക്കുവാനും സ്വർഗ്ഗക്കാരിൽ ഒരു പേര് വരാനും നരകമോചനം നൽകപ്പെടുന്ന മഹാഭാഗ്യവന്മാരിൽ ഇടം നൽകാനൊക്കെയുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഈ പറഞ്ഞതും ഈ കേട്ടതുമൊക്കെ നാളെ നന്മയുടെ തുലാസിൽ ഖനം തൂങ്ങുന്ന അമലായിക്കൊണ്ട് ഞങ്ങൾ സ്വീകരിക്കണമേ റഹ്മാനെ. കേട്ട കാര്യങ്ങൾ ജീവിതത്തിന് പ്രാവർത്തികമാക്കാനുള്ള തൗഫീക്കിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് والأحياء منه الأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أجرنا من النار اللهم أجرنا من النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.